പാലാരിവട്ടത്തിനും വൈറ്റിലയ്ക്കും ഇടയിലുള്ള ദൂരം രണ്ട് സർക്കാരുകൾക്കിടയിലുള്ള ദൂരമാണ്. രണ്ടിടത്തും ഓരോ മേൽപ്പാലങ്ങൾ. രണ്ട് സർക്കാരുകളുടെയും പ്രതീകം പോലെ അവ ദേശീയപാതയിൽ 4.5 കിലോമീറ്റർ അകലത്തിൽ നിൽക്കുന്നു. ഒന്ന് അഴിമതിയുടെ നിത്യസ്മാരകമായി പൊളിഞ്ഞ് തകർന്ന നിലയിലും മറ്റൊന്ന് പണി തീർന്ന് ഉദ്ഘാടനത്തിന് ഒരുങ്ങിയ അവസ്ഥയിലും. വൈറ്റിലയ്ക്കൊപ്പം കുണ്ടന്നൂരിലും ഒരു മേൽപ്പാലം പണി തീർന്നു കഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ശനിയാഴ്ച 2 മേൽപ്പാലവും ഗതാഗതത്തിന് തുറന്നു കൊടുക്കുന്നതാണ്. ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ചയില്ലാതെയും 15 കോടിയോളം മിച്ചമുണ്ടാക്കിയുമാണ് ദേശീയപാത 66-ലെ 2 പാലങ്ങളും പൂർത്തിയാക്കിയത്. ദേശീയപാത അതോറിറ്റിയിൽ നിന്ന് നിർമ്മാണം ഏറ്റെടുക്കുന്നതിലൂടെ ടോൾ പിരിവ് ഒഴിവാക്കാനും സംസ്ഥാന സർക്കാരിനായി. കിഫ്ബിയിൽ നിന്നാണ് ഇതിനും പണം കണ്ടെത്തിയത്. ഉന്നത നിലവാരത്തിൽ പാലങ്ങളും അതിലെ ടാറിങ്ങും അപ്രോച്ച് റോഡുകളും നിർമ്മിച്ച് സിഗ്നൽ സംവിധാനം ഉൾപ്പെടെ സജ്ജമാക്കിയാണ് 9-ന് 2 പാലങ്ങളും തുറക്കുന്നത്. ഒരാഴ്ച മുമ്പാണ് പാലങ്ങളുടെ ഭാരപരിശോധന വിജയകരമായി നടത്തിയത്. സംസ്ഥാനത്തെ പ്രധാന പാതയിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമാകുന്ന പാലങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ അഭിമാന നേട്ടങ്ങളിലൊന്നായി മാറുന്നു. അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 720 മീറ്റർ നീളമുള്ള 6 വരി വൈറ്റില പാലത്തിന് 89.5 കോടി രൂപയാണ് വകയിരുത്തിയത്. 6.73 കോടി രൂപ മിച്ചമാക്കി നിർമ്മാണം പൂർത്തിയാക്കി. 2017 ഡിസംബറിലാണ് നിർമ്മാണം തുടങ്ങിയത്. കുണ്ടന്നൂർ പാലം 8.29 കോടി രൂപ ബാക്കി വെച്ചാണ് നിർമ്മിച്ചത്. 731 മീറ്റർ നീളമുണ്ട് 6 വരി പാലത്തിന്. 2018 മാർച്ചിലാണ് നിർമ്മാണം ആരംഭിച്ചത്. ഇതിനിടയിൽ ഒരു കൂട്ടർ പണി തീരാത്ത പാലത്തിന്റെ ഒരു വശം തുറന്നിട്ട് വാഹനങ്ങൾ കയറ്റിവിട്ട് പാലത്തിൽ സർക്കസ് കാട്ടാനിറങ്ങി. V4 കൊച്ചിയാണത്രേ. അവസാന മിനുക്കുപണികൾ തീർത്ത പാലം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ 3 നാൾ മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു ഈ അഭ്യാസം. ഒരു മുൻ ജഡ്ജിയും ഇറങ്ങിയിരുന്നു ഇതേ വാദവുമായി. മുഖ്യമന്ത്രി തെങ്ങ് തേങ്ങ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ചോദിച്ചത് മുഖ്യമന്ത്രി കാലുകുത്തിയില്ലെങ്കിൽ തുറക്കാൻ പറ്റില്ലേ എന്നാണ്. റിട്ടയർഡ് എന്ന പേരിന് മുന്നിൽ കാണുന്നത് കൊണ്ട് കോടതിയലക്ഷ്യം ആകില്ല എന്ന വിശ്വാസത്തിൽ ഒരു കാര്യം ജഡ്ജി ഏമാനെ ഉണർത്തിക്കാം. മുഖ്യമന്ത്രി പാലത്തിൽ കാലുകുത്താനും കൈകുത്താനും ഒന്നും വരുന്നില്ല. ഓൺലൈനിൽ ആണ് ഉദ്ഘാടനം. അത് എന്നു വേണമെങ്കിലും അദ്ദേഹത്തിന് തിരുവനന്തപുരത്തെ ഓഫീസിലിരുന്ന് ചെയ്യാം. പക്ഷേ പണി തീർത്ത് ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ സർക്കാരിന്റെ പതിവ്. അവിടെ പണികൾ അല്പം കൂടി തീരാനുണ്ട്. അതിനാണ് കാത്തിരിക്കുന്നത്. വെറുതെ ഇരിക്കുകയല്ലേ, അവിടെ വരെ ഒന്ന് പോയി നോക്കിയാൽ മൈ റിട്ടയർഡ് ലോഡ്ഷിപ്പിന് ഇക്കാര്യം ഉറപ്പാക്കാം. പിന്നെ തീരാത്ത എയർപോർട്ടിൽ നാനോ കാർ പോലത്തെ വിമാനമിറക്കി ഉദ്ഘാടനം നടത്തുന്നതൊക്കെ മുൻ ഭരണക്കാർ. അങ്ങയുടെ ഇപ്പോഴത്തെ ആരാധകർ അവരാണല്ലോ. ഇത് സർക്കാർ വേറെ. ഇനി പോഴത്തം പറയും മുമ്പ് അക്കാര്യം ഓർക്കുക. കേരളം കണ്ട ഏറ്റവും വലിയ നിർമ്മാണ അഴിമതിയുടെ ഭാഗമായി പാലാരിവട്ടം പാലം തകർന്നിട്ടും പ്രതികരിക്കാത്തവരാണ് ഇപ്പോൾ തീർന്ന പാലം തുറക്കുന്നതിനെതിരെ ഹാലിളക്കുന്നതെന്ന് കാണണം. നിയമപ്രകാരമുള്ള എല്ലാ ഗുണനിലവാര പരിശോധനകളും നടത്തിയാണ് പാലം സജ്ജമാക്കിയത്. കിഫ്ബി ഇക്കാര്യം ഉറപ്പുവരുത്തിയിട്ടുമുണ്ട്. ഭാരപരിശോധന നടത്താതെ പാലാരിവട്ടം പാലം പൊളിക്കുന്നതിലായിരുന്നു അവർക്ക് പ്രതിഷേധം. എന്നാൽ വൈറ്റില കുണ്ടന്നൂർ പാലങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചതു മുതൽ അവർ അതിനെതിരായ കുപ്രചാരണങ്ങളുമായി രംഗത്തുണ്ട്. വൈറ്റില പാലത്തിന്റെ നിർമ്മാണത്തിൽ അപാകതയെന്ന നുണ പ്രചരിപ്പിച്ചു. ആഴ്ചകളോളം നിർമ്മാണം മുടക്കി. നിയമപ്രകാരമുള്ള എല്ലാ ഗുണനിലവാര പരിശോധനകളും നടത്തിയാണ് 2 പാലങ്ങളും പൂർത്തിയാക്കിയതെന്ന് പിന്നീട് റിപ്പോർട്ട് വന്നു. വൈറ്റില മേൽപ്പാലത്തിനും മെട്രോ പാതയ്ക്കുമിടയിൽ ആവശ്യത്തിന് ഉയരമില്ലെന്നായിരുന്നു പിന്നത്തെ നുണ. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച നുണ മുഖ്യധാരാ മാധ്യമങ്ങളും ഏറ്റുപിടിച്ചു. രണ്ടിനുമിടയിൽ 5.5 മീറ്റർ ഉയരമുണ്ടെന്ന റിപ്പോർട്ട് വന്നപ്പോൾ അത് വിട്ടു. എന്നിട്ടാണ് ഇപ്പോൾ തുറക്കും മുമ്പ് ഉദ്ഘാടനം നടത്താൻ ഇറങ്ങിയത്. ഈ ആവേശ കമ്മിറ്റിക്കാരോട് കൂടുതൽ സാഹിത്യമൊന്നും പറയാനില്ല. ഒറ്റ കാര്യം മാത്രം, കോവിഡ് വാക്സിൻ അടുത്തയാഴ്ച പെട്ടിയിൽ വരുന്നുണ്ട്. അതെന്തിന് സൂക്ഷിച്ചു വെക്കണം, ഞങ്ങൾ കുത്തിത്തരാം എന്ന വാദവുമായി ഇറങ്ങരുത്. വൈറ്റിലയിലെ കേസ് പോലെ ആകില്ല അത്. വിവരമറിയും. സൂക്ഷിക്കുക.